എന്താണ് ടീം ഇന്ത്യയുടെ ഫിറ്റ്നസ് ടീമിന്റെ പണി? ഇന്ത്യൻ താരങ്ങളുടെ പരിക്ക് തുടർക്കഥയാവുമ്പോൾ ക്രിക്കറ്റ് ആരാധകരുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഇത്രയധികം വിഭവ സമൃദ്ധിയുള്ള ഇന്ത്യൻ ടീമിന് താരങ്ങളെ ഓരോ പരമ്പരയ്ക്കും ഫിറ്റാക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തായി ഹർഷിത് റാണ, നിതീഷ് കുമാർ റെഡ്ഡി, ജസ്പ്രീത് ബുംറ തുടങ്ങി ഒരുപാട് താരങ്ങൾക്കാണ് പരിക്കേറ്റത്. സത്യത്തിൽ പ്രധാന താരങ്ങളുടെ ഈ പരിക്കുകൾ പലപ്പോഴും ടീമിന്റെ വിജയത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട്. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ത്യൻ ടീമിൽ പരിക്ക് കാരണം അവൈലബിൾ അല്ലാത്തവരുടെ ലിസ്റ്റ് നമുക്ക് നിന്നു നോക്കുകയാണെങ്കിൽ ഈ പരമ്പരയ്ക്ക് തൊട്ടു മുമ്പാണ് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ പരിക്ക് കാരണം പുറത്തായത്. കഴിഞ്ഞ ദിനം ബുംറ ഇടത് കാൽമുട്ടിലെ പരിക്ക് കാരണം ടീമിൽ നിന്ന് പുറത്താവുകയായിരുന്നു. അദ്ദേഹത്തിന് പകരക്കാരനായി കഴിഞ്ഞ ദിവസമാണ് ജമ്മു കാശ്മീരിൽ നിന്നുള്ള പേസർ ആക്കിബ് നബിയെ ടീമിൽ ഉൾപ്പെടുത്തിയത്. മറ്റൊരാൾ വാഷിംഗ്ടൺ സുന്ദറാണ്, ഇന്ത്യയുടെ ഓൾറൗണ്ടർ. പരിക്ക് കാരണം ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ അദ്ദേഹവും കളിക്കില്ല. പകരക്കാരനായി സാരൻ ജെയിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നൊരാൾ ഹർഷിത് റാണയാണ്. ഹാംസ്ട്രിംഗ് പരിക്കിനെ തുടർന്നാണ് ഈ പരമ്പരയിൽ നിന്നും അദ്ദേഹം പുറത്തായത്. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡി തുടയിലെ പരിക്ക് കാരണം അദ്ദേഹവും ടീമിന് അവൈലബിൾ അല്ല. സായ് സുദർശൻ, അദ്ദേഹത്തിന്റെ പരിക്ക് ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. മസിൽ സ്ട്രെയിൻ ബാധിച്ച അദ്ദേഹം ഫിറ്റ്നസ് ക്ലിയറൻസിനായി കാത്തിരിക്കുകയാണ്. പിന്നെ ആകാശ് ദീപ് പരിക്കാരനും ഇപ്പോൾ നിലവിൽ ടീമിനൊപ്പമേ ഇല്ല. ഇതുകൂടാതെ തുടർച്ചയായി പരിക്കുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ടീം ഫിസിയോ കമലേഷ് ജെയിൻ ഉൾപ്പെടെയുള്ള സപ്പോർട്ട് സ്റ്റാഫുകളുടെ ജോലിയാണ് ഇപ്പോൾ വിവാദ വിഷയം. ഇവരെയൊക്കെ എന്തിനാണ് ഈ ടീമിനൊപ്പം നിലനിർത്തിയിരിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളായി ഫീൽഡിംഗ് കോച്ച് ടി ദിലീപും അസിസ്റ്റന്റ് കോച്ച് റിയാൻ ടെൻ ഡെഷ്കാത്തയും ഇന്ത്യൻ ടീമിൽ നിന്നും ബൈ പറഞ്ഞ് പിൻവാങ്ങിയിരുന്നു. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ശ്രീലങ്കൻ പര്യടനത്തിന് ശേഷം ഇനിയും തലകൾ ഉരുണ്ടേക്കാം, മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അറ്റ്ലീസ്റ്റ് കോച്ചിന്റെ അടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. സത്യത്തിൽ പ്രധാന താരങ്ങൾക്കേറ്റ പരിക്കുകൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ടീമിന്റെ വിജയത്തിന് പലപ്പോഴും ബാധിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലും അയർലൻഡിലും ഇന്ത്യ നേരിട്ട പരാജയങ്ങൾ ഈയൊരു ആളില്ലാത്തതിന്റെ ഫലം കൂടിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 2022 നിതിൻ പട്ടേലിന് പകരക്കാരനായി ചുമതലയേറ്റതാണ് ഫിസിയോതെറാപ്പിസ്റ്റായ കമലേഷ് ജെയിൻ. താരങ്ങൾക്ക് അടിക്കടി ഉണ്ടാകുന്ന പരിക്കുകളിൽ ക്യാപ്റ്റൻ ഗില്ലും അതുപോലെ കോച്ച് ഗൗതം ഗംഭീറും സെലക്ടർ അജിത് അഗാർക്കറും ഉൾപ്പെടെയുള്ള ടീം മാനേജ്മെന്റ് ഇപ്പോൾ അസംതൃപ്തരാണ്. ക്യാപ്റ്റനും കോച്ചും ഒരു പൂർണ്ണ സജ്ജരായ ഫുള്ളി ഫിറ്റായിട്ടുള്ള ഒരു പ്ലേയിങ് 11 കളത്തിലിറക്കാൻ നിരന്തരം ബുദ്ധിമുട്ടുകയാണ്. ആദ്യത്തെ 15 കളിക്കാരെ പോലും ആ ഒരു ലിസ്റ്റിൽ മുൻഗണനാ ക്രമത്തിൽ ഈ ടീമിൽ പ്ലേയിങ് 11 സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിനാൽ തന്നെ ഈ പ്ലേയിങ് കോമ്പിനേഷൻ കൃത്യമാക്കാൻ കഴിഞ്ഞ 2-3 സീരീസുകളിലായി ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുമില്ല. ഓരോ സ്ഥാനത്തിനും മുമ്പില്ലാത്ത വിധം കടുത്ത മത്സരങ്ങൾ ഈ ടീമിനൊപ്പം ഉണ്ട് എന്ന് നമുക്കറിയാം. ഒരു താരം തന്റെ ശരീരത്തെ പരമാവധി സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിൽ തന്നെ പരിശീലനം നടത്താൻ ഇപ്പോൾ നിർബന്ധിതനാകാറുണ്ട്. അതും പലപ്പോഴും പരിക്കിന് കാരണമാവാറുണ്ട്. അതുപോലെ ചില താരങ്ങളെ പരിക്കിന് ശേഷം വേണ്ടത്ര മത്സര പരിചയമില്ലാതെ പെട്ടെന്ന് തന്നെ ടീമിലേക്ക് എടുക്കുന്നതും ഒരു വലിയ പ്രശ്നമാണ്. ഉദാഹരണം ഹർഷിത് റാണയും നിതീഷ് കുമാർ റെഡ്ഡിയുമാണ്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള 3ാം ഏകദിനത്തിൽ കളിക്കുമ്പോൾ ആ സമയത്ത് നിതീഷ് കുമാർ റെഡ്ഡി ഒരിക്കലും 100% ഫിറ്റായിരുന്നില്ല. അതുപോലെ ഹർഷിത് റാണ കഴിഞ്ഞ T20 ലോകകപ്പിന് ഇടയ്ക്കാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത്. അതിനുശേഷം IPL കാലത്ത് മുഴുവൻ വിശ്രമത്തിലായിരുന്നു അദ്ദേഹം. പിന്നീട് ഒരു പ്രാക്ടീസ് മത്സരം പോലും കളിക്കാതെയാണ് അദ്ദേഹം നേരെ ടീമിനൊപ്പം ചേർന്നത്. അതിനുശേഷം അദ്ദേഹം കളിക്കുകയും ചെയ്തു. അയർലൻഡിനെതിരായ സീരീസ് കളിച്ചു. അയർലൻഡിനെതിരെയുള്ള 2ാമത്തെ മത്സരത്തിന് ശേഷം അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നു, വീണ്ടും പുറത്താകുന്നു. ആ രീതിയിൽ ഹർഷിത് റാണ നമുക്കറിയാം അമിതഭാരമുള്ള അവസ്ഥയിലായിട്ടും സ്പോർട്സ് സയൻസ് ടീം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് നൽകിയതാണ് ഇവിടെ വിനയായത്. വാഷിംഗ്ടൺ സുന്ദറിന്റെ കാര്യമാവട്ടെ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. തിടുക്കപ്പെട്ട് അദ്ദേഹത്തെയും ടീമിലേക്ക് എടുക്കുന്നു, കളിപ്പിക്കുന്നു, പരിക്കാകുന്നു. വാഷിംഗ്ടൺ സുന്ദറിന്റെ ഫിറ്റ്നസ് നിലവാരം പലപ്പോഴും ആശങ്കാജനകമായ സ്ഥിതിഗതികളിലാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ. തുടർച്ചയായ പരിക്കുകൾ അദ്ദേഹത്തിന്റെ കരിയറിനെ നല്ലവണ്ണം ബാധിക്കുന്നുണ്ട്. 2017 ഇന്ത്യൻ ടീമിനൊപ്പം എത്തിയ താരമാണ് വാഷിംഗ്ടൺ സുന്ദർ. പക്ഷേ പരിക്ക് പലപ്പോഴും അദ്ദേഹത്തെ പല മത്സരങ്ങളിൽ നിന്നും പുറത്തിരുത്തിയ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ നിതീഷ് കുമാർ റെഡ്ഡി സ്വതന്ത്ര പരിശീലകനായ സ്റ്റെഫാൻ ജോൺസിന്റെ കീഴിൽ പരിശീലനം നടത്തി അദ്ദേഹം പന്തെറിയുന്നതിന്റെ വേഗത കൂട്ടാൻ ശ്രമിച്ചതാണോ നിതീഷ് കുമാർ റെഡ്ഡിയുടെ പരിക്ക് വഷളാക്കിയതെന്ന സംശയമുണ്ട്. നമുക്കറിയാം ഒരു ഘട്ടത്തിൽ 120-130 കിലോമീറ്റർ വേഗതയിൽ മാത്രം പന്തെറിഞ്ഞ താരമായിരുന്നു നിതീഷ് കുമാർ റെഡ്ഡി. പക്ഷേ കഴിഞ്ഞ IPL അദ്ദേഹം 140 എന്ന വേഗതയിൽ 140 km/h എന്ന വേഗതയിൽ പന്തെറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേഗത കൂട്ടിയതാണോ അദ്ദേഹത്തിന്റെ പരിക്കിന്റെ കാരണമെന്ന സംശയങ്ങൾ അവിടെ ഇല്ലാതല്ല. നമുക്കറിയാം ഇന്ത്യയിൽ റൊട്ടേഷൻ സിസ്റ്റം ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി. പക്ഷേ അങ്ങനെയെങ്കിൽ വേറെ എത്രയോ താരങ്ങൾ ഉണ്ടായിട്ടും എന്തിനാണ് ഈ താരങ്ങളെ ഇത്ര പെട്ടെന്ന് പരിക്ക് പൂർണ്ണമായും മാറാതെ തന്നെ കളിപ്പിച്ചത് എന്ന ചോദ്യം പ്രസക്തമാണ്. പരിക്ക് ബോളർമാരെ മാത്രമല്ല ബാറ്റർമാരെയും അലട്ടുന്നുണ്ട്. സായ് സുദർശന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന ഫിറ്റ്നസ് ടെസ്റ്റിനെ ആശ്രയിച്ചായിരിക്കും അദ്ദേഹം ടീം ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ കളിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുക. സെന്റർ ഓഫ് എക്സലൻസിൽ നിന്നുള്ള മെഡിക്കൽ അനുമതി അദ്ദേഹത്തിന് ഇപ്പോൾ അത്യാവശ്യമാണ്. ഫിറ്റ്നസ് ടെസ്റ്റിൽ വിജയിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് കൊളംബോയിലേക്ക് തിരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വരാനിരിക്കുന്ന പരിശീലന മത്സരത്തിൽ ടീമിന് ഏറെ നിർണായകമാണ് സായ് സുദർശൻ.
മസിൽ സ്ട്രെയിൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്നാണ് മെഡിക്കൽ ടീം സായിയുടെ ആരോഗ്യനില സൂക്ഷ്മമായി ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഫിറ്റ്നസ് ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ ടോപ്പ് ഓർഡറിൽ വലിയ മാറ്റങ്ങൾ ഇന്ത്യക്ക് വരുത്തേണ്ടി വരും. കാരണം സായിക്കൊരു ലോങ് റൺ നൽകാനാണ് BCCIയുടെ ശ്രമങ്ങൾ എന്ന് നമുക്കറിയാം. ഇതോടെ ആ ഒരു ശ്രമങ്ങൾ തുലാസിലാകും. ബാറ്റിംഗ് നിരയിൽ 3-ാം നമ്പറിലേക്ക് ടീം മാനേജ്മെന്റ് ആദ്യം പരിഗണിക്കുന്നത് സായിയെ തന്നെയാണ്. സായി സുദർശൻ കളിച്ചില്ലെങ്കിൽ മിഡിൽ ഓർഡർ, അതും ടെസ്റ്റ് മത്സരത്തിൽ മിഡിൽ ഓർഡർ ആ ഒരു തന്ത്രങ്ങളിലും മാറ്റം വരുത്തിയേക്കാൻ ഇന്ത്യ നിർബന്ധിതരാകും. കേരള ടെസ്റ്റിന് മുമ്പായി ടീമിന്റെ കെട്ടുറപ്പ് നിലനിർത്തുക എന്നത് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമാണ്. ഏതായാലും മെഡിക്കൽ സംഘത്തിന്റെ അന്തിമ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ഇന്ത്യൻ ക്രിക്കറ്റിൽ സെന്റർ ഓഫ് എക്സലൻസിന്റെയും സ്പോർട്സ് ആൻഡ് സയൻസ് മെഡിക്കൽ ടീമും അതുപോലെ തന്നെ ഈ പുരുഷ സെലക്ഷൻ കമ്മിറ്റിയും തമ്മിലുള്ള ആശയവിനിമയ കുറവും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. ശ്രീലങ്കൻ പരമ്പരയ്ക്ക് ബുംറ ലഭ്യമാകുമെന്ന് തന്നെയായിരുന്നു ആദ്യം സെലക്ഷൻ കമ്മിറ്റി കരുതിയിരുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ പരിക്ക് പ്രതീക്ഷിച്ചതിലും ഗുരുതരമാണെന്ന് പിന്നീട് വ്യക്തമാവുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് BCCI സെക്രട്ടറി ദേവജിത് സൈക്കിയ, ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ, സെലക്ടർ അജിത് അഗാർക്കർ, VVS ലക്ഷ്മൺ എന്നിവരുടെ നേതൃത്വത്തിൽ ചർച്ചകളും നടക്കുന്നുണ്ട്. ആധുനിക സൗകര്യങ്ങളുള്ള ബംഗളൂരുവിലെ സെന്റർ ഓഫ് എക്സലൻസിന്റെ പ്രവർത്തനം ഇതിനകം തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നിതിൻ പട്ടേലിന്റെ രാജിക്ക് ശേഷം ഒരു സ്ഥിരം മേധാവി ഇല്ലാത്തതും ഇടക്കാല മേധാവിയായ കൗശിക്കിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തന രീതിയും ഒക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. താരങ്ങളുടെ പരിക്ക് ഭേദമാകുന്നതുമായി ബന്ധപ്പെട്ട സമയപരിധികളും അതുപോലെ പ്രോട്ടോകോളുകളും ഒക്കെ കൃത്യമായി അവർ പാലിക്കുന്നുണ്ടോ എന്നതും അതും ഒരു സംശയജനകമായ കാര്യമാണ്. ഏതായാലും അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനത്തെക്കുറിച്ചുള്ള BCCI അവലോകനത്തിനൊപ്പം ഇന്ത്യൻ ടീം ഫിസിയോ കമലേഷ് ജെയിന്റെ പ്രവർത്തനവും BCCIയുടെ അവലോകന യോഗത്തിൽ ചർച്ചയായേക്കുമെന്ന് ഉറപ്പാണ്. 5 വർഷത്തോളമായ ടീമിനൊപ്പമുള്ള അദ്ദേഹത്തിന്റെ കീഴിൽ താരങ്ങൾക്ക് ഇങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരുപാട് പരിക്കുകൾ തുടർച്ചയായി ഏൽക്കുന്നു എന്നത് മാനേജ്മെന്റ് വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിക്കുമെന്നും ഉറപ്പാണ്.